ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കും അറിയാൻ പറ്റും. നമുക്കത് അറിയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു ഷെഫ് ജോമോൻ സാറിൻ്റെ നല്ല ഒരു കുക്കിംഗ് ക്ലാസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക വ്ളോഗ്. ഞങ്ങൾ യു എയിലുണ്ട ഒരു കുക്കിങ്ങിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അതിലുള്ള ഒരുപാട് ആളുകൾ അറ്റൻഡ് ചെയ്ത നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. നിങ്ങൾക്കും നമുക്ക് കിട്ടിയതുപോലെ ഒരുപാട് ഇൻഫർമേഷനും ഈ വീഡിയോ കാണുന്നവർക്കും കിട്ടും. അപ്പം വീഡിയോ ഫുൾ കാണുക. ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിനുള്ള ഓരോ ടിപ്സുകൾ, അതുപോലെ നമ്മൾ ഓരോ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യാനുള്ള അതിൻ്റെ ആ ഒരു മോഡൽസ് ഐഡിയാസൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ നമുക്ക് കാണിച്ചു വരെ തന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഫുൾ കാണുക, അതൊക്കെ നിങ്ങളും മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. എല്ലാവരെയും ഈ സ്നേഹത്തിനും സന്തോഷത്തിനും ഒത്തിരി താങ്ക്സ്. മൂന്നാല് പേര് എടുത്ത എഫേർട്ട് കണ്ടപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ സ്നേഹം ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതറിയില്ല. പക്ഷെ എസ്പെഷ്യലി യു കെയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ സീസണിനനുസരിച്ചാണ് ഞങ്ങളുടെ മെനു മാറ്റുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാ സാധനവും എപ്പോഴും ഇൻഗ്രീഡിയൻസിന്റെ അവൈലബിലിറ്റി. ഇപ്പം ആസ്പരാഗസ് എന്ന് പറഞ്ഞ ഒരു സാധനം മെനുവിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു സ്പ്രിംഗ് വെജിറ്റബിൾ. അപ്പോൾ സ്പ്രിംഗ് സമ്മർ സമയത്ത് മാത്രമേ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആകും. അപ്പോൾ അതിനൊരു ബോക്സിന് എനിക്ക് 20 പൗണ്ടേ ആകത്തില്ല. പക്ഷേ ഡിസംബറിൽ ഞാൻ ആസ്പരാഗസ് കൊണ്ട് അതിന് ഞാൻ 40 കൊണ്ട് കൊടുക്കും. അപ്പോൾ എൻ്റെ കോസ്റ്റ് കൂടി. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ കാര്യങ്ങളെല്ലാം ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ തക്കാളി ഇപ്പോൾ നമുക്ക് റൗണ്ട് ഗ്ലോബ് കിട്ടും. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് നല്ല പുളിയുള്ള ടൊമാറ്റോ ആയിരിക്കും കിട്ടുന്നത്, ചില സമയത്ത് ഓവർ റൈപ്പായ ടൊമാറ്റോ ആയിരിക്കും കിട്ടുന്നത്. സീസൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. പക്ഷെ പലരും പല കൺട്രിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മളത് അറിയുന്നില്ല എന്നുള്ളത്. ഒരു സാധനം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സീസൺ സമയത്താണ്. ഇപ്പോൾ ബെറീസ് സ്പ്രിംഗ് സമയത്താണ്. ഇപ്പോൾ സ്ട്രോബെറി, യു കെ എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ നമുക്ക് സീസണിൽ ഉണ്ടാകുന്ന മാംഗോയുടെ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് ഉണ്ടാകും. സീസണൽ അവൈലബിലിറ്റി വെച്ച് നമുക്ക് കുക്കിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം ഒന്നാമത് ചീപ്പായിരിക്കും, രണ്ടാമത് വിൽ ഗെറ്റ് ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്. ആ ബെസ്റ്റ് ക്വാളിറ്റി ടേംസ് ഇൻ കുക്കിംഗ് ഓട്ടോമാറ്റിക്കലി അതിന്റെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യും. ഞാൻ അവരെ ഒന്നും ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. അവരുടെ എഫേർട്ട് എനിക്ക് പേഴ്സണലി മനസ്സിലായി. ഞാൻ ബഹറിലായിരുന്നു പോയത്. കൊച്ചുപിള്ളേർ ഷെഫ് ജോമോൻ തന്നെ വിളിച്ചു തുടങ്ങി. പാരണ്ട് അവിടെ അമ്മ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, മമ്മൂട്ടി ചെയ്ത ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊച്ചുപിള്ളേർ പോലെ മമ്മൂക്ക വിളിയോണ്ട് വിളിച്ചോട്ടെ, എനിക്കൊരു സുഖമാന്ന് പറഞ്ഞു. നമ്മൾ ഷെഫ് ചോദിച്ചു ചേച്ചി, ഞാനീ ഫോണും പിടിച്ച് വീട്ടിൽ ഇരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇനി ഒരു ഓഫ് കിട്ടുമ്പോ ഇനി ഇതും പിടിച്ചു വരുന്നത്. എന്റെ അവൈലബിലിറ്റി എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എപ്പോഴും. സോ പക്ഷെ എന്നാലും കുറച്ചു പേരായിട്ടൊക്കെ വന്നാല് വി ക്യാൻ ഡു സംതിങ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഡിന്നർ ഇപ്പൊ പുട്ടപ്പ് ചെയ്യുന്നതിന് എനിക്ക് വലിയ മടിയുള്ള കാര്യമില്ല. ഇപ്പം ഞാൻ പ്ലേറ്റ് ഒക്കെ മേടിച്ചു, ചൂടി ഈസിയാ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്, ഒത്തിരി ഇനിഷ്യേറ്റീവ് ലേഡീസ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു സ്പേസ് ഹയർ ചെയ്യും. ഞാൻ വരുമ്പോ എനിക്കിപ്പോ ഉറപ്പ് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആൾക്കാരുടെ കൂടി ഒരു സ്പേസ്, കുറച്ചുകൂടെ വലിയ സ്പേസ് ഹയർ ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു ബർണർ വേണം, കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. നിങ്ങൾക്ക് അതുകൂടെ മാനേജ് ചെയ്യാൻ പറ്റിയാല് നിങ്ങളെ എന്നിട്ട് നിങ്ങളെ ഫുഡും കൂടെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡും കഴിച്ചിട്ട് അവിടെ ഒറ്റയ്ക്ക് എല്ലാവർക്കും കുക്ക് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ അതന്നെ മതി. അതിനൊക്കെ ഞങ്ങളും ട്രൈ ചെയ്യാണ്. അതിന് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി വിളിച്ച് പറയാം. അതൊക്കെ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. എന്തോ അത് ഇനിയും തുടങ്ങാനോ? ടിഫിൻ ബോക്സ് ഇല്ല. ഓക്കെ, കവൺട്രി മിഡ്ലാൻഡ്സിൽ, അത് 2-2.5 മണിക്കൂർ ദൂരമുണ്ട്. എന്തോ കേംബ്രിഡ്ജിന്റെ അടുത്തല്ല നമുക്ക്, പക്ഷെ കേംബ്രിഡ്ജ് വഴിയാണ് ഞാനിപ്പോ ജോലിക്ക് പോകുന്നത്. കേംബ്രിഡ്ജിലാണോ? ഞാൻ കേംബ്രിഡ്ജ് വഴിയാണ് ജോലിക്ക് പോകുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് 1 മണിക്കൂർ കേംബ്രിഡ്ജ്, അല്ലല്ല അവിടുന്ന് 1 മണിക്കൂർ ദൂരമുണ്ട് ടിഫിൻ ബോക്സ് ഉള്ളിടത്തോട്ട് വരാൻ. ഇന്ത്യൻ ഫുഡാണ് അത്, കേരള ഫുഡല്ല, പാൻ ഇന്ത്യൻ ഫുഡാണ്. അപ്പൊ അത്യാവശ്യം ബട്ടർ ചിക്കനും നാനും കബാബ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും.
ഇപ്പം കുറെ നല്ലപോലെ മെനക്കെടേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ലപോലെ ഫോറിനേഴ്സ് ഒക്കെ കയറുന്നുണ്ട്. ഇവിടുത്തെ ടിപ്പിക്കൽ കേരള ഫുഡാണ്. ചേച്ചി നമ്മളെ പിന്നെ ഫസ്റ്റ് തിങ് നമ്മൾ ഏത് ചിക്കൻ മേടിക്കുന്നുള്ളതാണ്. ഇപ്പൊ ചിക്കൻ ആണെങ്കിലും ലാമ്പാണെങ്കിലും ഏത് ബ്രീഡ് ചിക്കൻ മേടിക്കുന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ വെയിറ്റ് ഉള്ള ചിക്കൻ നോക്കിയെടുത്താൽ നമുക്ക് മുറ്റി കോഴി എന്ന് പറയും, നമ്മുടെ നാട്ടിലൊക്കെ ഉമ്മമാരൊക്കെ പറയുന്നില്ലേ. അങ്ങനെയുള്ള സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട് ഇനി തല്ലി പൊഴിപ്പിച്ചാൽ അത് സോഫ്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ ഇളം ചിക്കൻ മേടിക്കുക. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ ടെൻഡർനെസ് പറയാം. ഇപ്പം കോഴിക്കുഞ്ഞിന്റെ സോഫ്റ്റ്നെസ് ആയിരിക്കത്തില്ല കോഴിക്കെന്ന് പറയുന്ന പോലെ. അപ്പം ടെൻഡർ ചിക്കൻ ബ്രസ്റ്റ് മേടിക്കുമ്പോൾ ഓൾറെഡി ആ ചിക്കൻ്റെ ടെൻഡർ ആവും. പിന്നെ അതിന്റെ ക്രീം മാരിനേഷനും ഒക്കെ ഒരു 12 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പിന്നെ കുക്കിംഗ് ടെക്നിക്സും ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞാല് നമ്മളിപ്പോ ഒരു കബാബ് ഉണ്ടാക്കുക, ചിക്കൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്തു, ആ ചിക്കന്റെ കട്ടിങ് വരെ അതിനൊരു മാനദണ്ഡമാണ്. ഇപ്പോൾ നമ്മളൊരു ചിക്കൻ എടുത്തിട്ട് നമ്മൾ നടുകെ ഒന്ന് മുറിച്ചു, ചിക്കൻ ബ്രസ്റ്റ് ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തു നടുകെ ഒന്ന് മുറിച്ചു, പിന്നെ നേരെ സ്ട്രേറ്റ് ഒരു 4 പീസ് ആക്കിയാൽ നമുക്ക് ചങ്ക് പീസാ കിട്ടുക. ഈ ചങ്ക് പീസ് കുക്ക് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. നമ്മൾ ഒരുപാട് നേരം ഹീറ്റിൽ വെക്കണം. എത്രയും നേരം ഹീറ്റിലിരിക്കും അത്രയും നേരം ഇതിന്റെ ജ്യൂസ് പോകും. സോ ആ ചിക്കൻ ഈസ് ഹാർഡ്. പക്ഷെ ആ സെയിം സാധനം തന്നെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇഫ് യു കീപ് യുവർ നൈഫ് ഓൺ 45 ഡിഗ്രി ആംഗിൾ ആൻഡ് സ്ലൈസ് ചെയ്താൽ യു ഗെറ്റ് തിൻ സ്ലൈസസ് ഓഫ് ചിക്കൻ. കൂടുതൽ പീസും കിട്ടും. ഇതൊന്നും തീ കാണിക്കുമ്പോഴേ വേവും. സോ ദാറ്റ് ചിക്കൻ ഇസ് മോർ ജ്യൂസിയാ. കാരണം നമ്മള് ഒന്നുകിൽ എന്താ ചെയ്യുക, ചെറിയ തീയിൽ കൂടുതൽ നേരം വെക്കും. ചിക്കൻ ഗ്രില്ലിന് ചെയ്യുക, ഓവൻ ചെയ്യാണ്. അപ്പൊ ഒരു 120 ഡിഗ്രി 120 ഡിഗ്രിയിൽ നമ്മൾ അകത്ത് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ നേരം വെക്കണം. കൂടുതൽ നേരം കുക്ക് ചെയ്യുമ്പോൾ കുക്കാവും, പക്ഷെ അതിന്റെ ജ്യൂസ് എല്ലാം ലീവ് ചെയ്തിട്ട് അത് ഡ്രൈ ആവും. പക്ഷെ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, ചിലപ്പോൾ നിങ്ങളുടെ കുക്കിംഗ് ടെമ്പറേച്ചർ ഒരു സാധനം 4 വട്ടം കുക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഞാൻ എന്നെക്കാട്ടിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെ കിച്ചണിൽ. ഞാൻ കിച്ചണിൽ കയറാൻ തുടങ്ങിയിട്ട് 15ാമത്തെ വയസ്സിൽ അമ്മയെ കട്ട് കിച്ചണിൽ കയറി തുടങ്ങിയ പാരമ്പര്യം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ നമ്മളിത് 2 പോർ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ 3 വട്ടം കുക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇന്ന ടെമ്പറേച്ചറിൽ ഇത്ര നേരം വെച്ചാൽ ഇച്ചിരി ജ്യൂസി ആയി കിട്ടും. അല്ലെങ്കിൽ ആ ജ്യൂസി അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ്. അതിന്റെ സംഭവം ഇത്രേ ഉള്ളൂ. കറക്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം, കറക്റ്റ് സീസണിങ് ആയിരിക്കണം, കറക്റ്റ് ഹീറ്റ് ആയിരിക്കണം. ഇത് 3-4 കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ അത് സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരിക്കും. സെയിം. പിന്നെ ലാം ചോപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ടെൻഡർനെസ്, കാരണം ഈ ലാമ്പ് തന്നെ ആയിരിക്കണം. ഞാൻ ഇന്നലെ ലാമ്പ് കുക്ക് ചെയ്തു. ലാമ്പ് കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചോണ്ട് ഹോട്ടലിൽ കൊണ്ടുപോയി അവൻ കുറെ ലാമ്പ് ചോപ്പ് കുക്ക് മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ചുമ്മാ ഒരു പാനിനകത്ത് മാത്രം കുക്ക് ചെയ്തു. ഞാൻ ആകെ യൂസ് ചെയ്തത് സീ സോൾട്ടും ബ്ലാക്ക് പെപ്പറും ഇച്ചിരി ബട്ടറും മാത്രമാണ്. വേറെ ഒരു സാധനം യൂസ് ചെയ്യാതെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു. അപ്പം ചെയ്യുന്ന പറഞ്ഞാൽ അത് ഇപ്പം മുറ്റിയ ലാമ്പാണെങ്കിൽ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റും പ്രഷർ കുക്കറിൽ ഇട്ട് കുക്ക് ചെയ്യാൻ പറ്റാത്ത ലാമ്പിനെ നമ്മൾ പാലിനകത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം ബെസ്റ്റ് ആൻഡ് ക്വാളിറ്റി സാധനം മേടിക്കുക. നമ്മളൊരു സാധനം ഡിഷ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പം നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്റെ ഡിഷിനെ ഞാൻ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പൊ ഈ പടം വരയ്ക്കാൻ ഇതിനെടുത്ത കലാകാരൻ ഈ വൈറ്റ് ക്യാൻവാസിൽ ഓക്കെ തല ഇവിടെ വരണം, അല്ലെങ്കിൽ മൂക്ക് ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ വായ ഇവിടെ ആയിരിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രതലത്തിൽ എന്റെ പടം തീരൂ എന്നാ കലാകാരൻ എടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ സെയിം കോൺസെപ്റ്റ് ആണ് നമ്മളൊരു പ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ. എന്റെ ഡിഷ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ സ്ക്വിഡ് ആണെങ്കിൽ സ്ക്വിഡിന് ഞാൻ എങ്ങനെ പ്ലേറ്റ് ചെയ്യണം, റൗണ്ട് സ്ലൈസ് വേണോ, അല്ലെങ്കിൽ നീളത്തിൽ നിറച്ചതായിരിക്കുമോ, അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് സ്കോർ ചെയ്യണോ. അപ്പം അത് നമ്മൾ ആദ്യം വിഷ്വലൈസ് ചെയ്യണം, നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഫൈനൽ ഡിഷിന്റെ കളർ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതനുസരിച്ചാണ് നമ്മൾ പ്ലേറ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. ചിലപ്പം ഇപ്പൊ ഒരു മീൻകറി പറഞ്ഞ പ്ലേറ്റിൽ കൊണ്ടുവന്ന് മീൻകറി കൊടുത്താൽ എങ്ങനെ ശരിയാവും? അപ്പൊ അതിനൊരു ഇച്ചിരി കുയ്യൻ പാത്രം വേണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ വീട്ടിൽ അമ്മ പറയത്തില്ലേ, ആ പാത്രത്തിൽ എടുക്കലടി വേറെ സാധനത്തിൽ എടുക്കുന്ന പറയത്തില്ല. അമ്മ അതെന്താ, അത് ആ പാത്രത്തിൽ എടുക്കാൻ പറ്റില്ല, അതൊരു മിനിമം കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്ന പോലെ ഉള്ളൂ ഈ ഫുഡ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് കോമൺ സെൻസ് മാത്രം, അല്ലാതെ ഇത് അങ്ങനെ വലിയ റോക്കൻ സയൻസും കാര്യങ്ങളൊന്നും അല്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ക്ലാസ് ഒക്കെ ആയിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പം ഇത് നമ്മുടെ ഒരു കോമൺ സെൻസ് ആണ്. പിന്നെ നല്ല പ്ലേറ്റുകളൊക്കെ കാണുമ്പം ഭർത്താവിനെയൊക്കെ ചാക്കിട്ട് 1-2 മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. എന്റെ അവസ്ഥ ഇത് തന്നെ ആയതുകൊണ്ട് ഐ ഡോണ്ട് ബ്ലെയിം. ഞാൻ നിങ്ങൾ മേടിക്കുന്നു, ഞാൻ എന്റെ വീട്ടിൽ ഞാൻ മേടിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, പ്ലേറ്റ് മാത്രമല്ല നമ്മുടെ പ്ലേറ്റിംഗ് ചെയ്യാനുള്ള ഒരു മാനദണ്ഡം. ഇപ്പം നമ്മൾ പണ്ട് പഠിച്ച ഒരു സ്ലേറ്റ്, നമ്മുടെ ഈ തടിയുടെ സ്ലേറ്റ്, നമുക്ക് അതിലും പ്ലേറ്റ് ചെയ്യാം. നിങ്ങൾ എങ്ങനെ ഒരു സാധനത്തിനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്നിരിക്കും ആ സാധനത്തിന്റെ ഫുഡ് പ്ലേറ്റിംഗ്. ഞാൻ ഒരുപാട് പൂക്കൃത്തങ്ങൾ കാണിക്കാറുണ്ട് പ്ലേറ്റിംഗിൽ. ഞാൻ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ വരെ എന്നെ ഫുഡ് പ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് നമുക്ക് എങ്ങനെ സെർവ് ചെയ്യണം.
ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ്, നമ്മുടെ ക്യാമലിന്റെ പണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ലേ, അപ്പൊ ആ സാധനത്തിൽ ഒരു സാധനം ഇന്നാ നിങ്ങളുടെ സ്റ്റാർട്ടർ ആണെന്ന് പറഞ്ഞ് കൊടുത്താൽ അവൻ ആദ്യം നോക്കുന്നത് എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ അവനൊരു കൗതുകം ജനിക്കാണ്. ആ ഫുഡ് കാണുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആ ഫുഡിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പേ ടക്കുന്നൊരു ക്യൂരിയോസിറ്റി, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് തുറന്നു നോക്കുന്ന അവന്റെ മനസ്സിലെ ഒരു സാധനം, അവൻ ഓട്ടോമാറ്റിക്കലി ആ ഫുഡിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങാണ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ ആ ഫുഡിനെ കുറിച്ച് അറിയാൻ തുടങ്ങാണ്. കയറി പോലെ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ ടിഫിൻ ബോക്സ് ഒന്നും ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യും. പക്ഷെ അത് കൊടുക്കുന്ന രീതി, അത് ചിലപ്പോൾ അതിന്റെ അടിയിൽ അണ്ടർലൈനിൽ ഒരു പ്ലേറ്റ് വെക്കും, എന്നിട്ട് ടിഫിൻ ബോക്സ് വെക്കും. ഞാൻ ഈയിടെ ദുർഗാമ്മ കിളിക്കൂട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. കിളിക്കൂട് കൊടുത്തത് ചോറ്റുപാത്രത്തിന്. നമുക്ക് എങ്ങനെയും ക്രിയേറ്റീവ് ആകാം, അതിനനുസരിച്ചൊരു പേരിടുക, അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ ഈ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞ സാധനം തന്നെയാണ്. ഇപ്പൊ നമ്മൾ പാനിനകത്ത് ഇപ്പൊ ഓവൻ വേണ്ട വിട്ടേര്, നിങ്ങൾ മീൻ വറക്കാണ് വീട്ടില്. ഇപ്പൊ ഇവിടെ ഒരുപാട്, ഞാനിവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫിഷാണ്. കാരണം ഞങ്ങൾക്ക് അവിടെ ഫ്രഷ് ആയിട്ട് കിട്ടാത്ത ഏറ്റവും, കാരണം എക്സ്പെൻസീവ് ആണ് ഞങ്ങൾക്ക് അവിടെ ഫിഷ് ഫ്രഷ് ആയിട്ട് കിട്ടാം. അപ്പൊ ഞാൻ ഇവിടെ എപ്പോ വന്നാലും കൂടുതൽ ഫിഷ് കഴിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാനൊരു മൈക്കൊക്കെ സെറ്റാക്കി വെക്കാം അവിടെ. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ഞാൻ വേണേൽ ഒരു മൈക്കൊക്കെ സെറ്റാക്കി വെക്കാം. ഇത് എനിക്കും പുതിയ അനുഭവമല്ലായിരുന്നോ? ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞില്ല. ആ മീൻ കുക്ക് ചെയ്യുമ്പോൾ ആ മീൻ ജ്യൂസി ആയിട്ട് കിട്ടുന്നത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ ടൈമും ആ ഹീറ്റും അനുസരിച്ചിരിക്കും. എന്ന് പറയുന്ന പോലെ ആ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ ഒപ്റ്റിമം ടൈമിൽ ആ സാധനം കുക്ക് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് ജ്യൂസി. ബീഫ് സ്റ്റീക്കും അതിനാണ്. പിന്നെ ഓരോ സ്റ്റേക്കിന്റെയും ഡണ്ണസ് ഡിഫറെന്റ് ആണ്. ഇപ്പം സെലോൺ സ്റ്റേക്ക് എടുത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ കളർ മാറി 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 വരുന്നത്. അപ്പൊ നമ്മളൊരു സ്റ്റേക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് സൈഡിൽ ആ ഹീറ്റ് വരുന്നിടത്തുനിന്ന് അതിന്റെ ആ റെഡ്നെസ് മാറി ഒരു ചെറിയ ബ്രൗണിഷ് ആണ്. അപ്പം നമ്മളത് തിരിച്ചിടുക. അപ്പൊ ഇത് രണ്ടും കൂടെ, ഈ രണ്ട് സൈഡിൽ നിന്നും വരുന്ന ഡണ്ണസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കാരണം അത് ഓൾറെഡി ആ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ആ ലെറ്റ് ദ കുക്കിംഗ് പ്രോസസ് കംപ്ലീറ്റ്. അപ്പൊ അതിന്റെ ചെറിയ ജ്യൂസ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എടുത്ത് കണ്ടിച്ച് കഴിക്കാം. അത് നമ്മൾ റെയർ കുക്ക് ചെയ്യാൻ നമ്മൾ റെയർ ആയിട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഡണ്ണസ് അറിയാവോ, റെയർ ഉണ്ട്, മീഡിയം റെയർ ഉണ്ട്, മീഡിയം ഉണ്ട്, പിന്നെ വെൽഡൺ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്നത് ശരിക്കും ഇങ്ങനെ നോക്കിയാൽ അറിയാമെന്നാ പറയാം. അതായത് ഞാനിപ്പോ മീറ്റ് നോക്കുന്നത് നമുക്ക് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മുട്ട പുഴുങ്ങാൻ എടുക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ മുട്ട കുത്തി പൊട്ടിക്കോ? നമുക്കറിയാം മുട്ട പുഴുങ്ങാൻ ഇട്ടു, ഓക്കെ ഈ സമയമായി മുട്ട പുഴുങ്ങി, നമ്മൾ നേരെ അല്ലെ മോള് പറയും മുട്ട പുഴുങ്ങി കഴിഞ്ഞ് ഒന്ന് പൊളിച്ചു വെക്കാനല്ലേ പറയുള്ളൂ. നമ്മൾ കുത്തി നോക്കി മുട്ട പുഴുങ്ങിയോ നമ്മൾ മേക്ക് ഷുവറും ചെയ്യില്ലല്ലോ. ദാറ്റ്സ് ഹൗ ദ എക്സ്പീരിയൻസ് ബിൽഡ്സ് അപ്പ്. അപ്പൊ നമ്മള് ഈ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ കുത്തി നോക്കി നമുക്കൊരു സോഫ്റ്റ്നെസ് ആണ് അറിയാതെ. അതൊരു ഇച്ചിരി കുക്ക് ചെയ്യാനുണ്ട്, കാരണം അതിങ്ങനെ ബഡ്ജ് ചെയ്ത് പോകും. ഈ കൈ കൊണ്ട് ചെയ്താൽ ഇച്ചിരി ഹാർഡായി, ഒരു മീഡിയം കൺസെപ്റ്റ് ആയി. ഈ കൈകൾ മാറുന്നതോറും ഇതിന്റെ ഡണ്ണസ് ഉണ്ട്. അപ്പൊ ഇത് ഇച്ചിരി ആകുമ്പോഴത്തേന് ഇച്ചിരി ഹാർഡായി. അപ്പൊ അങ്ങനെയാണ് നമ്മളെയും കോളേജിലും നമ്മളെ ഡണ്ണസ് പഠിപ്പിക്കുക മീറ്റിന്റെ. അപ്പൊ നമ്മളങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആണ്, അപ്പൊ മീഡിയം അല്ലെങ്കിൽ റെയറിന്റെ കൺസെപ്റ്റ് ആണ്. ഇച്ചിരി കുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇച്ചിരി കുക്ക് ആകുമ്പോൾ മീറ്റ് ഒന്നുകൂടെ ഹാർഡ് ആവും. അതായത് ബേസിക്കലി ആ പ്രോട്ടീൻ കുക്ക് ആകുന്നതാണ്. ചില മീനുകൾ അഡാപ്റ്റ് ചെയ്യില്ല, ഫ്ലേവേഴ്സ് അഡാപ്റ്റ് ചെയ്യില്ല. ചില മീനുകൾ നല്ലപോലെ അതിന്റെ ഫ്ലേവേഴ്സ് അഡാപ്റ്റ് ചെയ്യും. നല്ലപോലെ വരയുക, മാരിനേറ്റ് ചെയ്ത് വെക്കുക, മിനിമം ഓവർനൈറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഗ്രില്ല് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കുറെ നേരം ഗ്രില്ല് ചെയ്തിട്ട് അതിന്റെ ജ്യൂസ് കാരണം അതിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ കളയാണ്. ഗ്രില്ല് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓപ്പൺ ഫയർ പാൻ, അതിന്റെ ജ്യൂസ് നിങ്ങൾ ഡ്രിപ്പ് ഓഫ് ചെയ്യാണ്. അപ്പൊ അത് കൂടുതൽ നേരം കുക്കാക്കാൻ വേണ്ടി കൂടുതൽ നേരം വെക്കുമ്പോൾ ആ ജ്യൂസ് എല്ലാം ഡ്രിപ്പ് ഓഫ് ആയി പോകും. എന്നെ വെള്ളം കുടിപ്പിക്കുമോ നിങ്ങൾ? അല്ല, ഒരു മനസ്സിലായോ അത്? ഓക്കെ, നമ്മൾ മീൻ പാനിനകത്ത് വറക്കാണ്. അപ്പൊ അതിന്റെ ജ്യൂസിനകത്തിൽ തന്നെ ആ ജ്യൂസ് എങ്ങനെ എസ്കേപ്പ് ആവുന്നില്ല, ആ പാനിനകത്ത് തന്നെ കിടക്കാണ് അതിന്റെ ജ്യൂസ്. തിരിച്ചു മറിച്ചു വിടുമ്പോൾ ആ പാനിനകത്തിൽ ആ ജ്യൂസിന്റെ ഫ്ലേവർ ഉണ്ടാവും. സോ ഞാൻ ഇന്നലെ ഡെമോൺസ്ട്രേഷൻ ചെയ്തപ്പോഴും പാനിനകത്ത് ആ സെയിം പാനിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കിയത്. കാരണം ആ പാനില് ആ ഫ്ലേവർ ഉള്ളത് കൊണ്ട് ആ പാൻ കഴുകാതെ സെയിം പാനില് കറി ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മളൊരു നെറ്റിനകത്തായിരിക്കുമല്ലോ ഗ്രില്ല് ചെയ്യുന്നത്.
നമ്മൾ ഈ ഓപ്പൺ ഫയറിൽ വെക്കുന്ന ദ മൊമെന്റ് വി കീപ് ഓൺ ദ ഫയർ അതിന്റെ ജ്യൂസ് ഡ്രിപ്പ് ഓഫ് ചെയ്യുക, അതൊന്നും നിൽക്കുന്നില്ല. സോ ഒബിയസ്ലി ടേസ്റ്റ് കുറവാണ്. എന്തോ ചോദിക്കാം, കൂടെ ഒഴിക്കുക, ചുമ്മാ തിന്നുക. വെരി ബ്യൂട്ടിഫുൾ. ഞാൻ അങ്ങോട്ട് വല്ലതും ചോദിച്ചു പഠിക്കാനിരിക്കുകയാണ്. അല്ല, നമ്മളിപ്പോ ഫ്രൈ ചെയ്യാൻ ഇടുമ്പോ എപ്പോഴും പറയുന്ന സ്കിൻ ഭാഗം തന്നെ താഴെ ടച്ച് ചെയ്തിടണം, എങ്കിലേ ക്രിസ്പി ആവുള്ളൂ. പിന്നെ ഈ മസാലയുടെ പറയും, ഇപ്പൊ മസാല നമ്മള് ചിലപ്പോ ആദ്യമൊന്നും അറിയത്തില്ല, അന്ന് മാറിക്കോരി അങ്ങ് പല പല ഇതൊക്കെ ഈ വാതി ഇതും എല്ലാം ചെയ്യും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. മുളക് പൊടി അല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടി, നമ്മളെ നാടൻ ആ മസാല ആയിരിക്കും നല്ലത്. വളരെ ലൈറ്റായിട്ട് തേച്ച് ഫ്രൈ ചെയ്യണോന്ന് പറയുന്നുണ്ട്. അതാണോ നല്ലത്, മറ്റേതാണോ നല്ലത്? നിങ്ങള് എന്ത് എൻജോയ് ചെയ്യണമെന്നാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ഫിഷിന്റെ ഫ്ലേവർ എൻജോയ് ചെയ്യണോ, മസാലയുടെ ഫ്ലേവർ എൻജോയ് ചെയ്യണോ? ഫിഷിന്റെ ഫ്ലേവർ എൻജോയ് ചെയ്യുമ്പോൾ മസാലയുടെ ഫ്ലേവർ കുറയ്ക്കുക എന്നുള്ളൊരു മിനിമം കോൺസെപ്റ്റ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നല്ലൊരു സീബ്രീം നല്ല തിക്കായിട്ട്, ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ആവോലി ഉണ്ടാക്കി കഴിച്ചത്, നല്ല തിക്ക് ആവോലി. അപ്പൊ അതിനകത്ത് ചുമ്മാ കുറെ മസാല കഴിച്ചിട്ട് ആവോലിയുടെ ഫ്ലേവർ കിട്ടുന്നില്ലേ, പിന്നെ കാര്യമുണ്ടോ? എന്നാ പിന്നെ മസാല കുക്ക് ചെയ്ത് റൊട്ടിലൂടെ കഴിച്ചാൽ പോരെ. പക്ഷെ ഒരു തിന്നായിട്ട് ലെയർ കൊടുക്കുന്ന എന്തിനാ, അതിനകത്തെല്ലാം പിടിക്കണം. അപ്പം ഇപ്പൊ നിങ്ങളൊരു ആവോലി എടുത്തിട്ട് ഇപ്പൊ ഒരു പാനിനകത്തോട്ട് ഇച്ചിരി ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ഒഴിച്ചു, അതിനകത്തോട്ട് ഇച്ചിരി ക്രിസ്റ്റൽ ഉപ്പിട്ടു, അതിനകത്ത് വേണേ ഇച്ചിരി ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തിട്ടു, വേണേ 2 ഗാർലിക്കോ ചില്ലിയോ ചുമ്മാ അതിനകത്തോട്ടും ക്രഷ് ചെയ്തിട്ടിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് ഗ്രിൽ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ പാനിനകത്ത് അല്ലെ ഓവനകത്ത് വെച്ച് നോക്ക്. ഫിഷിന്റെ ഫ്ലേവർ യു വിൽ ഗെറ്റ് ഇറ്റ്. നമ്മൾ മീൻകറി ഒത്തിരി ഉണ്ടാക്കുന്ന ആ മീൻകറിക്കകത്ത് ആർക്കെങ്കിലും മീനിന്റെ ഫ്ലേവർ കിട്ടിയിട്ടുണ്ടോ? ചില അമ്മമാര് വീട്ടിലുണ്ടാക്കും ഉളുമ്പ് മണക്കുമെന്ന് നമ്മളെ വഴക്ക് പറയുന്നല്ലാതെ മീനിന്റെ ഫ്ലേവർ കിട്ടിയിട്ടുണ്ടോ? ഇത്രേ ഉള്ളൂ. ഇപ്പം പ്രോൺ കുക്ക് ചെയ്യുന്നത്, പ്രോണൊക്കെ കുക്ക് ചെയ്തുകൊണ്ട് നമ്മളെ എന്റെ അമ്മയെ കുക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ മസാലക്കകത്തിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഞാനൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഷെഫ് വേണ്ട ഷെഫ് തല്ലു തന്നെ. കാരണം ആ പ്രോൺ കുക്ക് ചെയ്യുന്നത് ഒരു 3-4-5 മിനിറ്റ് മാക്സിമം. അത് അപ്പുറം പുതിയ കുക്കിംഗ് ടെക്നിക്കുകളും കുക്കിംഗ് മെത്തഡുകളും യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം ആൾക്കാർ അതിനെ അതിൻ്റെതായ രീതിയിൽ ആസ്വദിക്കാനും ശ്രമിക്കുന്നു. അതിന് അടുത്ത പ്രാവശ്യം വരുമ്പോ എക്സാം ഉണ്ടാവുന്നുണ്ട്. പച്ചക്കറി തന്നെ നമ്മള് പൊതുവെ പച്ചക്കറിയുടെ വലിയ താല്പര്യമില്ല. ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു, ഒരുപാട് ഇട്ട് വെള്ളം. ശരിയാണ്. ഇപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അവിയലാണ്. സാമ്പാർ നമ്മൾ പിന്നെയും ഇട്ട് കഷ്ണങ്ങളിലെല്ലാം ഇടുക, പക്ഷെ അവിയൽ നമ്മൾ അങ്ങനെ വേവിക്കില്ലല്ലോ. അവിയലൊന്ന് പെരട്ടി വെച്ചു, ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേന് അവിയലായി. പക്ഷെ അവിയലിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മുടെ ആൻസസ്റ്റേഴ്സിനും ഇതൊക്കെ അറിയാമായിരുന്നു, പക്ഷെ അവരത് പറഞ്ഞു കൊടുക്കുന്നതിലുള്ള ഒരു സാധനം എവിടെയോ മിസ്സായി പോയത് കൊണ്ടാണ് നമുക്ക് ആ കണക്ഷൻ കിട്ടാനത്. ഇപ്പൊ നമ്മള് ഈ പഴയ കാലത്ത് ഒരുപാട് കുക്ക് ചെയ്തൊക്കെയല്ലേ കഴിയും, പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇന്ന് എങ്ങനെ ഉറപ്പായിട്ടും പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടിയിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആരും കെമിക്കൽസിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ജൈവവളങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ അമ്മയൊക്കെ പണ്ട് തൂത്തുവാരി വാഴയുടെ ചുവട്ടിലാണ് കൊണ്ടിട്ടുകൊണ്ടിരുന്നത്. നമ്മൾ അതിനെ കുറിച്ച് അല്ല അതിന്റെ മേലെ നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പം വാഴയ്ക്ക് ചവറായി എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ആ പഴത്തിന് നല്ല മധുരമായിരുന്നു അന്നും. പക്ഷെ ഇന്ന് ഫിലിപ്പീനിൽ നിന്ന് വരുന്ന പഴം മാത്രമല്ലേ നമ്മൾ കഴിക്കുന്നുള്ളൂ. എവിടെയാ കൊല്ല. ഓക്കെ, നല്ലൊരു മനുഷ്യനാണ് അത് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മള് ഒരു ഉദാഹരണം പറയാണ്, നമ്മളിപ്പോ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കാറില്ലേ എല്ലാവരും? അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്, ക്യാരറ്റ് ഇടാറുണ്ട്. മട്ടന്റെ സ്റ്റൂ ആണ്. പക്ഷെ മട്ടൻ കുക്ക് ചെയ്ത് പാതി ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കഷ്ണങ്ങൾ ഇടാറുള്ളൂ വേവിക്കാൻ. അപ്പൊ അതിന്റെ വേവ് ഒരേപോലെ ആവും എല്ലാത്തിന്റെ എന്ന് പറയുന്ന പോലെ ഇച്ചിരി മൂളയുള്ള ആളാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും എന്നാണ് എന്റെ കോൺസെപ്റ്റ്. ഇനി അതാ പണി എളുപ്പമാക്കാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. സാറിന് വിളിക്കണം കേട്ടോ, നിങ്ങൾ എന്നെ പേര് വിളിച്ചാലും നമ്മൾ ഹാപ്പിയാണ്. കേട്ടില്ല, സോറി. ആ ഓക്കെ, മുട്ടയ്ക്കകത്ത് മുക്കിയായിരിക്കണമല്ലോ വർക്ക്. അപ്പൊ ഒന്ന് മുട്ടയ്ക്കകത്ത് ഡിപ്പ് ചെയ്യണം, പിന്നെ മൈദയ്ക്കകത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്യണം, പിന്നെയും മുട്ടയ്ക്കകത്ത് മുക്കണം, എന്നിട്ട് വേണം ക്രംബ് കൊടുക്കാൻ. അപ്പം തെക്കട്ടും എന്തിനു ചെയ്യണം?
പുളിക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ ലെമൺ ജ്യൂസ്, ചിലവര് പറയും അത് ഹെൽത്തി അല്ല. ഹെൽത്തി അല്ല എന്ന് പറയുന്നത് നമ്മൾ ഈ ആന്റി ഫുഡ് പെയറിംഗ് എന്നും അവർക്ക് നാട്ടിലും ഉണ്ട്, ഏതൊരു ക്യൂസിനിൽ ചെന്നാലും ഉണ്ട്. വിരോധാഭാസം എന്ന് പറയുന്ന ഒരു സാധനം അത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ചിലർ പറയും ഇപ്പൊ തൈരിന്റെ കൂടെ മീൻ കഴിക്കൽ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഒരു തന്തൂറിന്റെ ഏത് മാരിനേറ്റ് എടുത്ത് നോക്കിയാലും ഫിഷ് മാരിനേറ്റ് ചെയ്യുന്നത് യോഗട്ടിലാണ്. അതൊരു നെഗറ്റീവ് ഫുഡ് പെയറിംഗ് എന്ന് പറയും. എന്താ മലയാളത്തിൽ പറയാ, വിപരീത ഭക്ഷണം, അങ്ങനെ വിരുദ്ധാഹാരം. പക്ഷെ അതൊരു അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലർക്ക് അത് പിടിക്കില്ല. ഫുഡുകൾ ചെയ്യണമെന്നും പറഞ്ഞ് മാമിനെ സീ ഫുഡുകൾ ചെയ്യണമെന്നില്ല. സെയിം സാധനം നമ്മൾ കഴിക്കുന്നത്. പക്ഷെ നമുക്ക് രണ്ടുപേരും ശരീരത്തിൽ ആക്ട് ചെയ്ത രീതി രണ്ട് അല്ല. ചിലർക്ക് ചിലപ്പോൾ അത് പിടിക്കില്ലായിരിക്കണം. അതാണ് ക്രഞ്ചിനെസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിളിൽ നിന്നോ അല്ലെങ്കിൽ ഫിഷിൽ നിന്ന് ക്രഞ്ചിനെസ് ഉണ്ടാവില്ല. ഫിഷ് ഇസ് ഓൾവേസ് മസാലയിൽ ഒരിക്കലും അങ്ങനെ ക്രഞ്ചിനെസ്, യു വിൽ ഗെറ്റ് സം ഓഫ് ക്രിസ്പിനെസ്. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിലും ഒരു ഡീപ് ഫ്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കരിമുരി കിട്ടുള്ളൂ. അതിന് ഡീപ് ഫ്രൈ ചെയ്യണം. ഇല്ല, ഓക്കെ. നിങ്ങളൊരു മസാല, അതായത് ഡീപ് ഫ്രൈ അല്ല, നിങ്ങൾ ഇപ്പം ഒരു സോട്ടേ ചെയ്യുകയാണെന്നാണോ പറയുന്നത്? നിങ്ങൾ അങ്ങനെ ഇപ്പം ഫിഷിന്റെ ക്യൂബ്സ് എടുത്ത്, ഇപ്പൊ ചൈനീസില് ഫിഷിന്റെ ക്യൂബ്സ് എടുത്ത് നിങ്ങൾ ഡെവിൾഡ് ഫിഷ് അല്ലെങ്കിൽ ചില്ലി ഫിഷ് എന്ന് പറഞ്ഞ് അടിക്കുകയാണ്. അപ്പൊ അതിനകത്തില് ആ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചിലപ്പോൾ ഇച്ചിരി ഓണിയൻ ചോപ്പ് ചെയ്തിടും, അല്ലെങ്കിൽ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിടും. പക്ഷെ അത് കുക്കാവുന്നില്ല, പക്ഷെ അതൊന്ന് വാടും. പക്ഷെ നിങ്ങൾക്ക് ഒരു കടി കിട്ടും. ആ കടിക്ക് പറയുന്ന പേരാണ് ആൽ ഡെന്റ് എന്ന് പറയും ഫ്രഞ്ചില്. അതായത് നമ്മളൊരു ക്യാരറ്റ് പാതി വേവിച്ചെടുത്ത് കടിക്കുമ്പോൾ പല്ല് തമ്മിൽ കൂട്ടിയിടിക്കണം. അതിനാണ് ആൽ ഡെന്റ്. അതാണ് അതിന്റെ കൺസിസ്റ്റൻസി. അത് കടിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടല്ല കടിക്കുന്നത്, ഒരു ചെറിയ പ്രഷർ കൊടുക്കണം. ആ പ്രഷറിൽ പല്ല് തമ്മിൽ കൂട്ടിയിടിക്കും. ഇങ്ങനെ ഒരു സാധനം കിട്ടും. അതിനാണ് ആൽ ഡെന്റ് എന്ന് പറയുന്നത്. അതാണ് ഒരു വെജിറ്റബിൾ കുക്ക് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് കൺസിസ്റ്റൻസി എന്നാ പറയാം. സോട്ടേ ചെയ്യുന്നത്, യെസ്. ഇപ്പൊ നമ്മൾക്ക് ഒരു വെജിറ്റബിൾ സോട്ടേ ആണെങ്കിൽ നോർമലി ബട്ടറിനകത്ത് മാത്രമേ നമ്മളത് പാർബോയിൽ ചെയ്യും. വെള്ളത്തിനകത്ത് ഇട്ടിട്ട് പെട്ടെന്ന് ബോയിൽ എടുത്തിട്ട് പിന്നെ അതിനകത്ത് ബട്ടറിനകത്ത് ടോസ് ചെയ്യുമ്പോൾ അതിന്റെ ആ കൺസിസ്റ്റൻസിയും കളറും ഒരേപോലെ ഇരിക്കും. എന്ത് വെജിറ്റബിൾ ബോയിൽ ചെയ്യുന്നു? ക്രഞ്ചിനെസ് ഉണ്ടാവാനായിട്ട് നമ്മളിപ്പം വീട്ടില് സാലഡ് ഉണ്ടായിക്കായി. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യണം. നമുക്ക് ഇച്ചിരി ബ്രോക്കോലി, ക്യാരറ്റ്, അങ്ങനെ എന്തെങ്കിലും കോൺ, ബേബി കോൺ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കിപ്പം ഡിന്നറിന് കഴിക്കണം. സോ ദാറ്റ് ഇസ് വാട്ട് അവർ ഡിന്നർ ഈസ്. നമ്മൾ നേരെ വെള്ളം ബോയിൽ ചെയ്യുക, അതിനകത്ത് സോൾട്ട് ഇടുക, വേണം ഒരു ഇച്ചിരി വിനെഗറോ ലെമൺ ജ്യൂസ് ഇടുക. സിട്രിക് ആസിഡ് ചെല്ലുമ്പോൾ ബോയിൽ ചെയ്യുന്ന വെജിറ്റബിളിന്റെ കളർ ഇട്ട് റിട്ടേൺ ചെയ്യും. കളർ ഫെയ്ഡ് ആവില്ല. നമ്മൾ ബോയിൽ ചെയ്യുന്ന വെള്ളത്തിലോട്ട് അതൊന്ന് മുക്കി വെക്കുക. ഒരു ഹാർഡ്ലി 1 or 2 minutes വിൽ ടേക്ക് ഇറ്റ് ഓഫ്. ആ നേരെ കോൾഡ് വാട്ടറിനകത്ത് കാണിക്കുക. കാരണം വെള്ളത്തിൽ നിന്ന് എടുത്താലും ഈ കുക്കിംഗ് പ്രോസസ് സ്റ്റിൽ ഓൺ ആണ്. അതിന്റെ ടെമ്പറേച്ചർ മാറുന്നിടം വരെ. അത് മറന്നു പോരുതാരും. അതായത് നിങ്ങളിപ്പം ബ്രോക്കോലി ബോയിൽ ചെയ്തു, സ്ട്രെയിൻ ചെയ്ത് വെച്ച് കറക്റ്റ് സമയം. ഓക്കെ, നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കുന്നവരല്ലേ എല്ലാവരും മാഗി ഉണ്ടാക്കുന്നവരാണ്, നൂഡിൽസ് ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ കറക്റ്റ് നോക്കി നമ്മൾ വെന്ത് മാറ്റി വെക്കും. തിരിച്ചു വരുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ കുഴഞ്ഞു പറഞ്ഞിരിക്കും. അതെന്താന്ന് ചോദിച്ചാല് ആ കുക്കിംഗ് പ്രോസസ് സ്റ്റിൽ ഓൺ ആണ്. നമ്മൾ വേവിച്ച് വെച്ചത് സ്ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞാലും ആ ചൂട് കൊണ്ട് പിന്നെ ഇരുന്ന് ഇത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ കുക്കിംഗ് പ്രോസസിനെ കട്ട് ചെയ്യാനായിട്ട് തണുത്തുള്ള ഒഴിക്കും, കഴുകി വെക്കും. അപ്പൊ അതിന്റെ സ്റ്റാർച്ചും പോയി, അതിന്റെ കുക്കിംഗ് പ്രോസസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എന്ന് പറയുന്ന പോലെ തന്നെ വെജിറ്റബിളിന്റെ കുക്കിംഗ് പ്രോസസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അത് നേരെ ഒന്നിൽ ഐസ് വാട്ടറിനകത്ത് മുക്കി എടുക്കുമ്പോൾ യു ഫീൽ ദറ്റ് ക്രഞ്ചിനെസ്. ആ ക്രഞ്ചിനെസ് പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിൽ പാനിനകത്തോട്ട് ബട്ടർ ഇട്ടു, സോൾട്ട് ഇട്ടു, ഇതൊന്ന് ഇട്ടു, ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റും കിട്ടും, ആ ഒരു ക്രഞ്ചിനെസ്സും കിട്ടും. യു വിൽ എൻജോയ് ഇറ്റ് മോർ. ആരൊക്കെ ഷെഫാകാൻ വേണ്ടി പോകണം? എന്നോട് ഇന്ന് ഉച്ചയ്ക്ക് ഒരാള് കണ്ടു, ഞാൻ പറഞ്ഞു ആർക്കും വീട്ടിൽ ഷെഫാണല്ല, എല്ലാവർക്കും വൈറ്റ് ഷെഫ് കോട്ട് വേണമെന്നാണോ? ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഭാര്യയുടെ നമ്പർ തരാം, വിളിച്ചു നോക്കണം എങ്ങനെയുണ്ട് ഒരു ഷെഫിന്റെ കൂടെ ജീവിക്കുന്നതെന്ന്. ഞാൻ ഇപ്പം എന്നെ വിളിച്ചു, രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു മെസ്സേജ് അയച്ചില്ല, ഒരു വിവരമില്ല, എന്ത് ചെയ്യുന്നത്. ഞാൻ കുറെ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തപ്പോ ഓക്കെ വെരി ഫ്യൂ. വീട്ടിൽ കുക്ക് ചെയ്യുന്ന പറഞ്ഞാല് നമ്മളിപ്പോ കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുമല്ലോ, എന്നാ ഇനി ഞാൻ കുക്ക് ചെയ്യാം, അങ്ങനെ ഒരു സാധനമില്ല. കാരണം മിക്കവാറും ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പം ജോലി സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഫുഡ് അടിയൊക്കെ. ഓഫുള്ളപ്പോൾ മിക്കവാറും വെളിയിൽ നിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ദിവസങ്ങൾ വളരെ കുറവാണ്. അപ്പം ആ ദിവസങ്ങൾ പുള്ളിക്കാരി മേക്ക് ഷുവർ ചെയ്യും, പുള്ളിക്കാരി തന്നെ കുക്ക് ചെയ്ത് തരാനായിട്ട് കിട്ടുമെങ്കിൽ. പക്ഷെ എന്റെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാല് ഞങ്ങളുടെ ജോലി ഡിവൈഡ് ചെയ്യും. പുള്ളിക്കാരി ക്ലീനിങ്ങും കാര്യങ്ങളും, ഞാനത് എത്ര ചെയ്താലും ശരിയാവില്ല,
അപ്പം ഫുൾ കുക്കിംഗ് ഞാൻ ഏറ്റെടുത്തു. അല്ല, ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തവരുണ്ടോ? ഒരു ടിപ്സ് ഞങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യുമ്പോഴും ചിലപ്പോൾ എപ്പോഴും ശരിയാവണമെന്നില്ല. ഓക്കെ, ഇപ്പൊ എന്റെ മെനുവിലുള്ള ഒരു ഐറ്റം ആണ് ലെറ്റ്സ് മീറ്റ്. അത് ഇവിടെയല്ല കേട്ടോ, അവിടെയാണ്. ലെറ്റ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് MEAT. ഞാനും എന്റെ ബോസും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ദുബൈയിൽ വന്നപ്പോൾ ഇങ്ങനെ എവിടെയോ ട്രാവൽ ചെയ്ത് പോയപ്പോ എന്നോട് പറഞ്ഞു, ഇവിടെ നല്ല മീറ്റ് കിട്ടും, നല്ല സ്റ്റേക്ക് ആണ് ഇവിടുത്തെ, അതിന്റെ കൂടെ അവർ കുറെ മീറ്റുകൾ വരും, അതിന്റെ കൂടെ കഴിക്കാൻ കുറെ സോസേജ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോകണമല്ലോ കഴിച്ചു നോക്കാൻ എന്നിങ്ങനെ പറഞ്ഞു പോയി. അന്ന് വൈകിട്ട് എപ്പോഴും ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഷെഫേ നമുക്ക് ജനുവരിയിൽ എന്തെങ്കിലും വേണം. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച് പൊതുവെ റെസ്റ്റോറന്റ് ഫീൽഡുകൾക്ക് അല്പം ഡൾ സമയങ്ങളാണ്. ഇവിടുത്തെ ഇപ്പം നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ പിന്നെയും ഡള്ളാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടുള്ളൂ. അപ്പം പൊതുവെ പോയാൽ ജനുവരി, കാരണം ഡിസംബർ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു മാസമാണ്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ടൈറ്റ് ആവും. അപ്പൊ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് ജനുവരിയിലാണ്. അപ്പം ജനുവരിയിൽ അങ്ങനെ ആരും വെളിയിൽ പോയി അധികം ഫുഡ് കഴിക്കാറില്ല. അതെ, അപ്പൊ നമ്മൾ ജനുവരിയിൽ പിന്നെ ആളെ കയറണല്ലോ, അപ്പൊ നമ്മൾ എന്തെങ്കിലും പുതിയത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം ഈ മീറ്റിന്റെ സാധനം തലയിൽ കയറിയപ്പോഴാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ലെറ്റ്സ് മീറ്റ്, കുറെ മീറ്റ് പ്ലാറ്റർ കൊടുക്കാം. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഇവിടുന്ന് ഒരു താലം മേടിച്ചോണ്ട് പോയി, ഒരു ചോട്ടുപാത്രം, ഇച്ചിരി വലുത്, 2 പേർക്ക് കഴിക്കാൻ ഒരു വലിയ ചോട്ടുപാത്രം. അപ്പൊ എന്നോട് മേടിക്കുമ്പോൾ എന്നോട് ബോസ് ചോദിച്ചു, എന്തിനാ ഷെഫേ? നമ്മൾ ഇരിക്കട്ടെ, ഒരു വഴിക്കുമല്ലേ. പുള്ളിയുടെ പെട്ടി തന്നെ വെച്ച് ഞാൻ സാധനം അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അതിനകത്ത് കൊടുത്തത് താഴെ മുഴുവൻ ഗീ റൈസ് ഇട്ടു, കൂടെ 2 പൊറോട്ട, 2 അപ്പം, അതിന്റെ കൂടെ ഒരു സ്ലോ കൂൾ ലാം ഷാങ്ക്, ലാം ഷീ കബാബ്, ചിക്കന്റെ ടിക്ക, ഇതെല്ലാം വെച്ച് കൊടുക്കുമ്പം ഒരു 2 പേർക്ക് ആ സാധനം കൊണ്ട് നടുക്ക് വെച്ചിട്ട് ഈ സാധനം തുറന്നു നോക്കുമ്പോൾ ലെറ്റ്സ് മീറ്റാണ് അത് മുഴുവൻ. അവർ എൻജോയ് ചെയ്യട്ടെ. എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. എന്റെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്റെ നോസ്റ്റാൾജിയെ ഞാൻ എങ്ങനെ ടിക്കിൾ ഔട്ട് ചെയ്ത് പ്ലേറ്റിനകത്താക്കാന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. ഒരുപാട് ഡിഷുകൾ ഞാൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഷെഫെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോൾ ഏതാ എന്റെ കുട്ടികളിൽ നിന്ന് ചോദിച്ചാല് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെയാണ് ഓരോന്നിനും എനിക്ക് പറയാൻ, ഓരോ എന്റെ ഡിഷുകൾക്കും, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഡിഷുകൾക്കും അതിന്റെ പുറകിൽ എനിക്കൊരു സ്റ്റോറി പറയാനുണ്ടാവും. അപ്പം എനിക്ക് ഇന്നതൊന്നും പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റാറില്ല. ചിലതൊക്കെ വളരെ പേഴ്സണലി കണക്റ്റഡ് ആണ്. അപ്പം എവറിഥിങ് ഈസ് ക്ലോസ് ടു ഹാർട്ട്. ഇപ്പൊ എന്നോട് ഇങ്ങനെ റീസെന്റ് ഒരാൾ എന്നോട് അഡ്വൈസ് ചെയ്യും, അവനൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫുഡ് കഴിക്കണോ അതോ റെസ്യൂമെ പ്രിന്റ് എടുത്ത് ജോലി നോക്കണോ എന്ന് പറഞ്ഞൊരു സമയത്ത് നിന്ന് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മേലിലിരിക്കുന്ന ആൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഐ ഡോണ്ട് വറി ഫോർ മച്ച് തിങ്. പക്ഷേ ഡു വാട്ട് യു ലൈക്ക്, എൻജോയ് വാട്ട് യു ഹാവ്, അത്രേ ഉള്ളൂ. പിന്നെ കൂടുന്ന ആൾക്കും ആ ഒരു വൈബ് വേണം കേട്ടോ, ലീഡ് കിട്ടും. ഇല്ല, ശരിയാണ്. ഞാൻ എന്റെ പാഷന് വേണ്ടി ഇറങ്ങി തിരിച്ച മനുഷ്യനാണ്. ഐ സ്റ്റിൽ ലീവ് ഓൺ മൈ പാഷൻ. ബീഫിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഓരോ കട്ടും നമ്മൾ മേടിച്ചുകൊണ്ടൊന്ന് കുക്ക് ചെയ്താലേ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. കാരണം ഏത് കട്ടിൽ നിന്നാ വരുന്നത്, അണ്ടർകട്ടാണോ ടോപ്പ് സൈഡ് ആണോ. നമ്മുടെ കൈക്കും കാലിനും നല്ല മസിൽസ് ഉണ്ടാവില്ലേ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മസിൽസ്. കാരണം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന അവിടെയാണ്. ഇവിടുത്തെ മസിൽസിന് മീറ്റിന് ഭയങ്കര ഹാർഡായിരിക്കും. എന്ന് പറയുന്ന പോലെ ലാമ്പിന്റെ കാല് നല്ല ടൈറ്റ് ആയിരിക്കും, പക്ഷെ ഷോൾഡർ അത്രയും യൂസ് ചെയ്തില്ല. അത് ഇച്ചിരി ടെൻഡറാണ്. ആ ഒരു സെയിം ലോജിക്കും അത്. മണ്ണിനടിയിലുള്ള കിഴങ്ങും എല്ലിനടിയിലുള്ള ഇറച്ചിയും പിന്നെ കല്ലിനടിയിലുള്ള പാറയുടെ അടിയിലുള്ള മീനും, അതാണ് ടേസ്റ്റ്. എന്നാ വേണ്ടേ? ഇത്രയാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച പാഷൻ, അത് ഫോളോ ചെയ്ത് പോയാലും നമുക്ക് ചില സമയത്ത് നമുക്കത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ എല്ലാവരും ഭർത്താക്കന്മാരുടെ കൂടെ വീക്കെൻഡിന് ഫുഡ് കഴിക്കാൻ പോകുമ്പം ഞങ്ങളെ പോലെ എല്ലാ ഭർത്താക്കന്മാരും ജോലിയിലാണ്. നമുക്ക് വീക്കെൻഡ് ഓഫ് കിട്ടാറില്ല. ഞാൻ എന്റെ ലൈഫിൽ ഇന്ന് വരെ വാലന്റൈൻസ് ഡേക്ക് എന്റെ ഭാര്യയ്ക്ക് ഒരു പൂ കൊണ്ട് കൊടുത്തിട്ടില്ല. ഭാഗ്യം അങ്ങനെ മേടിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ എന്നും ജോലിയിലാണ്. ഞാൻ ഇന്ന് വരെ ഒരു ഡിസംബർ 25 എന്റെ വീട്ടിൽ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വരെ ഒരു ന്യൂ ഇയർ എന്റെ വീട്ടിൽ ആഘോഷിച്ചിട്ടില്ല. വൺസ് കരിയർ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് വരെ ഒരു തിരുവോണത്തിന് എന്റെ വീട്ടിലുണ്ടായിട്ടില്ല. കാരണം ഈ ദിവസങ്ങളിലൊന്നും നമുക്ക് ഓഫ് കിട്ടില്ല. ഇപ്പൊ എന്റെ അടുക്കൽ ആരെങ്കിലും പറഞ്ഞിട്ട് പറയാം, ഷെഫ് ക്രിസ്മസിന് ഓഫ് വരണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കൊടുക്കത്തില്ല. അത് എനിക്ക് കിട്ടാത്തതുകൊണ്ട് കൊടുക്കാത്തതല്ല, നിങ്ങൾ എല്ലാവരും അന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആവണം ടു ഗെറ്റ് അതർ തിങ്സ് റെഡി. ഞാനൊക്കെ പണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഓഫ് ചോദിക്കാൻ പോലും പറ്റത്തില്ല. കാരണം വി നെവർ ഗെറ്റ് ഓഫ്.
ഞങ്ങൾക്ക് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഹോളിഡേ തരത്തില്ല. കാരണം ബിസിനസ് ഏറ്റവും കൂടുതലുള്ള സമയമാണ് നവംബർ ഡിസംബർ മാസങ്ങൾ. ഞാൻ എന്നോട് മുമ്പേ ആരും ചോദിച്ചത് എന്തെങ്കിലും പുതിയ ഡിഷുകൾ വീട്ടിൽ പരീക്ഷിക്കാറുണ്ടോ? പണ്ട്, അതായത് ഞാൻ ടിഫിൻ ബോക്സിൽ ജോയിൻ ചെയ്യുന്ന മുമ്പ്, പിന്നെ ഓഫുള്ള സമയത്ത് ഇച്ചിരി ഫ്രീ ടൈം ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ ചില സമയത്തൊക്കെ അടുക്കളയിൽ കയറും. പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ നമ്മളൊരു പുതിയ ഡിഷ് ഉണ്ടാക്കുമ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഫുഡ് പ്ലേറ്റിംഗ് ആണ് ചെയ്യാറ്. അപ്പൊ ഒരു ഫുഡ് പ്ലേറ്റിങ്ങിനകത്ത് മിനിമം 5 എലമെന്റ്സ് എങ്കിലും വേണം. ഇപ്പൊ നോക്കിയാൽ ഒരു ചട്നി ചിലപ്പോൾ ഒരു ഡോട്ടേ കാണത്തുള്ളൂ, പക്ഷെ ആ ഡോട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഉണ്ടാക്കണ്ടേ. ഇപ്പുറത്ത് ഒരു വര വരയ്ക്കുന്നെങ്കിൽ ആ വരയ്ക്കുള്ള സാധനം നമ്മൾ ഉണ്ടാക്കണ്ടേ. അതിന്റെ മണ്ണയ്ക്ക് ചിലപ്പോൾ നമ്മൾ കറിവേപ്പില പൊടിച്ചിടണം. ചിലപ്പോൾ കാഷ്വൽ ഡൈനിങ് ആയിരിക്കും മനസ്സിൽ. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിനൊരു ഇൻഗ്രീഡിയൻസിനോട് സംസാരിച്ചിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന കസേരകളും അതിന് മാച്ച് ചെയ്യുന്നു. വന്ന് കയറുമ്പോൾ ഒരു പ്ലസന്റ്, ഒരു നല്ല മണം, ഒരു നല്ല ലുക്ക്, സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങൾ വന്നിട്ട് മൊമെന്റ് യു സ്റ്റാർട്ട് സ്റ്റെപ്പിങ് ഇൻ, നിങ്ങൾ ഫുഡിനെ കുറിച്ചായിരിക്കും നിങ്ങളുടെ മുൻവിധികളില്ല. അപ്പോൾ വന്ന് കയറുമ്പോഴേ ഇതിനൊരു വൃത്തിയുടെ സ്ഥലമാണെന്ന് പറയുമ്പോഴേ ഇനിയും എന്താ പറയുക, എന്തുണ്ടാക്കി ഒരുക്കി പ്ലേറ്റിൽ തന്നാലും ചിലപ്പോൾ നിങ്ങളത് എൻജോയ് ചെയ്യണമെന്നില്ല. പക്ഷെ വന്ന് കയറുന്ന കാര്യങ്ങൾ മുതൽ, വന്നിരിക്കുന്ന ആൾക്കാർ മുതൽ, അവിടെ നിന്ന് സെർവ് ചെയ്യുന്ന ആൾക്കാർ മുതൽ, നിങ്ങൾക്ക് വന്നപ്പോഴേ ഒരാൾ നല്ലൊരു ചിരി തന്നു, നല്ലപോലെ സംസാരിച്ചു, ഇരിക്കാൻ ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഫുഡ് ഇച്ചിരി കുറഞ്ഞാലും നിങ്ങൾ പിന്നെ അവിടെ പോകും. കാരണം അവർ നിങ്ങളെ നല്ലപോലെ ട്രീറ്റ് ചെയ്തതാണ്. അല്പം നല്ലപോലെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുക, മാക്സിമം നല്ലപോലെ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക, അവരെ ടേക്ക് കെയർ ചെയ്യുക. ഒരു പക്ഷേ കാര്യങ്ങളാണ്. അല്ല, നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ആ വീട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയാണെന്ന് നമുക്ക് എന്താണ് ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ശരിയാണ്. ഞാൻ വേറെ ആളെ വെച്ചോളാം. പക്ഷെ ഡെയിലി നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് സേഫ് മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം 2 ദിവസം നമ്മൾ ഈസി ചെയ്യാൻ പറ്റുന്നത് ഈ ബ്രെഡ് ക്രംസ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രയറിനകത്ത് ഇടാതെ അതിന് ചെറിയൊരു കടായി വെച്ചിട്ട് അതിനകത്ത് ഫ്രൈ ആ ഊലും കളയാം. സോ ബീയിങ് വൈസ് ഇസ് ഓൾസോ എ തിങ്. ഇപ്പൊ രാവിലെ ഇച്ചിരി ബ്രെഡ് ക്രംസ് ഉള്ള ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കി രാവിലെ ഫ്രൈ ചെയ്യണമായിരുന്നു. രാവിലെ ഒന്ന് ഫ്രയറിനകത്ത് ഫ്രൈ ചെയ്തിട്ട് രാത്രി മുഴുവൻ ആ ബ്രെഡ് ക്രംസ് മുഴുവൻ കാലത്ത് രാത്രി വരുന്നവർക്ക് അത് ഉണ്ടാക്കി കൊടുത്താൽ പീപ്പിൾ വോണ്ട് എൻജോയ്. ഞാൻ ഇന്ന് വരെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആലപ്പി കോഴിക്കറി എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാനത് 1-2 വട്ടം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങളൊരു ഫിക്സ് റെസിപ്പീസ് ഫോളോ ചെയ്യും. 5 കിലോ ചിക്കന് 3 കിലോ, ആ ഉള്ളിക്ക് ഇത്ര കിലോ കോക്കനട്ട് മിൽക്ക് പൗഡർ, അതിനകത്ത് ഇത്ര ഗ്രാം, അതായത് ഒരു കപ്പ് ഉണ്ടാവും, അതിനകത്ത് ഇത്ര ടോമറിക്ക്, അതിനകത്ത് ഇത്ര മസാല. ആ മസാല ഞാൻ തന്നെ വിളിച്ചു കൊടുക്കണം. വേറെ ആർക്കും തോന്നുന്നില്ല, അതെല്ലാവരും പറഞ്ഞു കൊടുക്കും. ഞാൻ ആരും ചിക്കൻ കറി അവിടെ അവൈലബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നിന്നോ എവിടെ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ പനി പിടിച്ച് വീട്ടിൽ കിടന്നാലും, അത് സ്ഥിരം ഉണ്ടാക്കുമ്പോൾ പനി പിടിച്ച് വീട്ടിൽ കിടന്നാലും, നാളെ വേറെ തന്നെ ഉണ്ടാക്കാൻ വന്നാലും നിങ്ങൾ കഴിക്കാൻ വരുമ്പോൾ ഇന്നലെ വന്ന് കഴിച്ച് അറിയുന്നത് ഇത് എന്ന് എന്നോട് പറയുന്നത് എനിക്ക് ഇഷ്ടം. കോൺസെപ്റ്റ് മനസ്സിലായി. കാരണം എന്റെ ഡിഷിന് എനിക്ക് കൺസിസ്റ്റൻസി ഉണ്ടാകണമെന്ന് നിർബന്ധമാണ്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഫാമിലി ആയിട്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലിയായിട്ട് വന്ന് ഫുഡ് കഴിച്ചു, നല്ല ഫുഡായിരുന്നു, ബിരിയാണി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ നാളെ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് നാളെ പോയി ബിരിയാണി കഴിക്കാറുണ്ട്, നിങ്ങൾ ഒരാളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ അന്ന് കഴിച്ച ബിരിയാണി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ദേഷ്യം ഉണ്ടാവില്ല. അതുണ്ടാകുന്ന ആദ്യം കുറേ പ്ലേറ്റുകൾ മേടിച്ചിട്ട് വരും, എന്നിട്ട് അതിന് വേണ്ടി ഡിഷുകൾ ക്രിയേറ്റ് ചെയ്യും. ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ ആദ്യം എൻ്റെ മെനു സെറ്റ് ചെയ്യും, എന്നിട്ട് ആ മെനു എൻ്റെ മനസ്സിലിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്ലേറ്റുകൾ ഞാൻ പ്ലാൻ ചെയ്യും. അപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ കളർ കോമ്പിനേഷൻ, എൻ്റെ പോർഷൻ സൈസ് എന്താണ് എനിക്ക് മനസ്സിലാകും. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു സാധനം. എന്ത് ഡിഷ് നമുക്ക് എവിടെ പോയി, ഞാൻ മുമ്പേ പറഞ്ഞ കഥ അതാണ്. നമ്മൾ ഏത് വൈറ്റ് ക്യാൻവാസിൽ നമ്മൾ എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ചുമ്മാ കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. എൻ്റെ മെനുവിൽ കളർ യൂസ് ചെയ്യാറ് എനിക്ക് ഏറ്റവും ഇഷ്ടം വൈറ്റ് പ്ലേറ്റിൽ ഡേറ്റ് ചെയ്യാനാണ്.
ഇത് ബീട്രൂട്ടിന്റെ ചട്നിയാണ്. അത് തരുന്ന ഒരു കളർ കോൺട്രാസ്റ്റ് അല്ലേ, അത് ഭയങ്കരമാണ്. അറിയുന്നല്ലേ ഇത് തന്നൊരു സാധനമാണോ? ഇതിനെ മണ്ടയ്ക്ക് എന്ത് പ്ലേറ്റ് ചെയ്താലും അത് കാണുന്ന പോലെ പ്ലേസ് ചെയ്യുക. ആ സാധനം പാസ് ചെയ്തു, നിങ്ങൾ പാസ് ചെയ്തു. ചുമ്മാ വൈറ്റ് ഇഷ്യൂ കാണുന്നത് ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുന്ന കേട്ടോ. നല്ല കറക്റ്റായിട്ട് അതിൽ നന്നായി വരുന്നുണ്ട്. ഞാൻ അതെൻ്റെ ഫോൺ ഓഫ് കറക്റ്റായിട്ട് മടക്കി കൈ വെച്ചിട്ട് നല്ലപോലെ വൈപ്പ് ചെയ്യുക. വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടാൽ മതി. നന്നായി അവരെ നല്ല ക്ലിയർ ഉണ്ട്. തോന്നുള്ളവരാണ് ചിലപ്പോൾ വൈപ്പ്. ഒന്നും ചെയ്തില്ല, 3-4 നോട്ട് ഇട്ടതേ ഉള്ളൂ. ക്യാമറയൊക്കെ ഞാൻ പിടിച്ചത് കാണില്ല. കാരണം ആ സുഖമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ആ ചട്നിയും കുറഞ്ഞിട്ട് ഒരുമിച്ച് കഴിക്കുന്നതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അതാണ് ഓൾ ഫുഡ്. അത് സെയിം പോലെ നമ്മളൊരു സാധനം പ്ലേസ് ചെയ്യുമ്പോൾ നമ്മളെന്നാൽ കളറിന് എന്നാൽ ഇത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഈ സാധനം കൊടുക്കുമ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്യുന്നില്ല, ടേസ്റ്റ് മാച്ച് ചെയ്യുന്നത് വേറെ സംഭവം. കാരണം ഞാൻ ഇന്നലെയും പറഞ്ഞു, വിഷ്വൽ ഇമ്പാക്ട് ദ മൊമെന്റ് സ്പൂൺ ഗോസ് ഇൻ വിഷ്വൽ ഇമ്പാക്ട് തോന്നും. പിന്നെ നിങ്ങളുടെ ടങ് അതിനെ ടേക്ക് ഓവർ ചെയ്യണം. അതായത് നിങ്ങളുടെ പാലറ്റ് അതിനെ എൻജോയ് ചെയ്ത് തുടങ്ങുന്നിടത്താണ് ബാക്കിയുള്ള കാര്യം. വെറുതെ പിന്നെ സ്മൂത്ത്നെസ് ആണ്. ഓക്കെ, സ്മൂത്ത്നെസ് കൂട്ടുന്ന ഒരു സാധനം കൂടെ പറഞ്ഞുതരാം. നല്ലപോലെ അരച്ച് കഴിഞ്ഞിട്ട് ടൈൽഡ് ഒന്നും റെഡിക്കാം, ഷൈനി വരും. വെളി പറയാൻ പറ്റില്ല, ചട്നികൾക്കൊന്നും വെള്ളം ചേർക്കില്ല. എന്തോ യുവർ ചോയ്സ്. ഓക്കെ, ഒരു കണ്ണുമുടി നമ്മൾ ഈ മോഡേൺ ആണെങ്കിൽ ഇതുപോലെ ചുമ്മാ ബ്രഷ് അറിഞ്ഞിട്ട് നമ്മൾ മോഡേൺ പോലെ അതൊക്കെ തന്നെ സംഭവം. ബീട്രൂട്ട് നല്ലപോലെ കുക്ക് ചെയ്ത് അരച്ച് അതിനകത്ത് യോഗട്ട് മിക്സ് ചെയ്താൽ ബീട്രൂട്ടിന്റെ റൈത്ത പോലെ. വെള്ളം ഒഴിക്കരുത്. ഒന്നും ചെയ്തില്ല, 3-5 നോട്ട് ഇട്ടതേ ഉള്ളൂ. അങ്ങനെ ഇതാ കുക്കിങ്ങിൻ്റെ ഒരു അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ക്ലാസ് ഒരുപാട് കാര്യങ്ങൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ്, ട്രിക്സ്, ടെക്നിക്സ്, പ്ലേറ്റിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ജോമൻ സാറിൻ്റെ ഓരോ ഐറ്റംസ് ഇല്ലേ, ആ ഐറ്റംസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.